ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു ഈസി റെസിപ്പി നോക്കിയാലോ. പഴമൊക്കെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു റെസിപ്പിയാണ്. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, എന്നാൽ വളരെ ഈസി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി നോക്കിയാലോ. അപ്പം ആദ്യം അതിനായിട്ട് ഞാനിവിടെ വലിയ 2 നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കത് തൊലിയൊക്കെ കളഞ്ഞിട്ട് നടുവിന് നന്നായിട്ട് കട്ട് ചെയ്യാം. എന്നിട്ട് അത് ഒന്നുകൂടെ കട്ട് ചെയ്യാം. സെൻറ്ററിൽ കട്ട് ചെയ്തിട്ട് അത് ചെറിയ പീസായിട്ട് ഒരു 3 പീസായിട്ട് നീളത്തിൽ മുറിച്ചെടുക്കാം. 3 മതി, ഒരുപാട് തിന്നായി പോവും. അപ്പോൾ ആവശ്യത്തിന് കട്ടിയിൽ 3 പീസായിട്ട് മുറിച്ചെടുക്കാം. അപ്പോൾ നമ്മളിവിടെ എല്ലാ പഴവും കൂടെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു സൈസിൽ മുറിച്ചെടുത്താൽ മതി. ഇനി നമുക്കതിനായിട്ട് വേണ്ടത് ഒരു കോഴിമുട്ടയാണ്. അപ്പോൾ ഒരു കോഴിമുട്ട തന്നെ ധാരാളമാണ്. അപ്പോൾ അത് ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു ഫോർക്ക് വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്കതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒരു 2-2.5 ടീസ്പൂണൊക്കെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യണം. ഇനി കുറച്ച് ബ്രെഡ് ക്രംസ് എടുക്കാം നമുക്ക്. ഇതില്ലെങ്കിൽ കുറച്ച് ബ്രെഡൊന്ന് മിക്സിയിലിട്ട് പൊടിച്ചെടുത്താൽ മതി. ഞാനിവിടെ ഇതുള്ളതുകൊണ്ട് ഇതാണ് ഉപയോഗിക്കുന്നത്. ഇനി ഒരു പഴം എടുത്തിട്ട് ഒരു പീസ് പഴം എടുക്കുക. ആദ്യം മുട്ടയിൽ നന്നായിട്ടൊന്ന് മുക്കിയെടുക്കാം. എന്നിട്ട് ബ്രെഡ് ക്രംസിൽ നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കാം. നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കണം. മുട്ട പിടിച്ച കൈ കൊണ്ടല്ല, മറ്റേ കൈ കൊണ്ടാണെങ്കിൽ ഒന്നും കൂടെ കോട്ടാവും. ഇതേപോലെ നന്നായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ കോട്ട് ചെയ്തെടുക്കണം. എല്ലാതും ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാന് അടുപ്പത്ത് വെക്കാം. ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഓയിൽ നന്നായി ചൂടായി വരുമ്പോൾ നമുക്കിത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. എണ്ണ അത്യാവശ്യം ചൂടുണ്ടാവണം. പെട്ടെന്ന് തന്നെ ആവും, അതുകൊണ്ട് വേഗം തിരിച്ചിട്ട് കൊടുക്കാം. പിന്നെ ബ്രെഡ് ക്രംസ് ഉള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അതുകൊണ്ട് ഒന്ന് ആവുമ്പോഴത്തേനും വേഗം തിരിച്ചിട്ട് കൊടുക്കാം. എല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാം ഇവിടെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അപ്പുറത്തെ സൈഡൊന്നും ആവട്ടെ. ഇപ്പോൾ 2 സൈഡൊന്നും ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. നല്ലൊരു ഭംഗിയുള്ളൊരു കളറായിട്ടുണ്ട്. അപ്പോൾ എല്ലാം നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒന്ന് ചൂടാറിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നല്ല തണുത്തിട്ടല്ല, ചൂടൊന്ന് ആറിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നല്ല ക്രിസ്പി ആയിട്ടുള്ളതാണ്, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു ടേസ്റ്റി ഡിഷാണ്. എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.